കാസർഗോഡ് സാരിക്ക് ആവശ്യക്കാർ ഏറെയാണെങ്കിലും പരിശീലനം സിദ്ധിച്ച നെയ്ത്തുകാർ ഇല്ലാത്തതിനാൽ ഉൽപാദനം മന്ദഗതിയിൽ. നെയ്യാൻ ആളില്ലാത്തതിനാൽ ഓണവിപണി കൊഴുപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഭൗമസൂചികാ പട്ടികയിൽ ഇടം തേടിയ സാരിക്ക്. സാരി നെയ്യാൻ തൊഴിലാളികളില്ലാത്തതാണ് ഏറെ ഡിമാൻഡുള്ള കാസർഗോഡ് സാരിയുടെ വിപണനത്തെ തളർത്തുന്നത്. നെയ്ത്ത് തൊഴിലാളികളുടെ അഭാവത്താൽ ആവശ്യപ്പെടുന്ന സാരിയുടെ 25% പോലും നിർമ്മിക്കാൻ സാധിക്കുന്നില്ല. കോട്ടൺ തുണിയിൽ നിർമ്മിക്കുന്ന കാസർഗോഡ് സാരി 1999 ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ആക്ട് ഭൗമസൂചികാ പട്ടികയിൽ ഇടം തേടിയിട്ടുണ്ട്. സാരി നെയ്ത്തിനായി 40ഓളം പേർക്ക് പരിശീലനം നൽകി വരുന്നുണ്ട്. 900 മുതൽ 1650 രൂപ വരെയാണ് വില. ഡിമാൻഡ് ഉണ്ടെങ്കിലും ആവശ്യാനുസരണം സാരി ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്തതിനാൽ ഓണവിപണി കൊഴുപ്പിക്കാൻ കഴിയാത്ത സങ്കടത്തിലാണ് അധികൃതർ. അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഒരു തൊഴിലാളി ക്ഷാമമാണ്. ഇന്നത്തെ പുതിയ തലമുറ ഈ രംഗത്തോട്ട് കടന്നു വരാത്തതിൻ്റെ ഒരു കാര്യമായ പ്രശ്നം നമ്മൾ നേരിടുകയാണ്. 500 ഫാമിലി ഉണ്ടായ ആ ഒരു പാരമ്പര്യം മാറിയിട്ട് ഇന്നിപ്പോൾ ഒരു 50 ഫാമിലി ആയി ചുരുങ്ങിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പുതിയ തലമുറ കൂടി വരാതിരിക്കുമ്പോൾ നമുക്ക് ഉൽപ്പാദനത്തിന് അത് കാര്യമായ ഒരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. ഒരു വർഷം 5000ഓളം സാരിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ജാലബുട്ട, ബോർഡർ ചെക്ക്, കോട്ടജന്റ് തുടങ്ങിയവയാണ് കാസർഗോഡ് സാരിയിലെ ഡിസൈനുകൾ. ഉൽപാദനം കുറവാണെങ്കിലും ഓണം ഭാഗമായി തിരുവനന്തപുരത്ത് സർക്കാർ സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ഹാൻഡ്ലൂം മേളയിലും കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിക്കുന്ന ജില്ലാതല ഹാൻഡ്ലൂം മേളയിലും സാരി പ്രദർശിപ്പിക്കാനും വിൽക്കാനും ഒരുങ്ങുകയാണ് അധികൃതർ.